Good evening, all. Welcome to Chemflix. Hello, good morning, all. Once again, welcome to Chemflix. And in this session, we are going to discuss about 30 days study plan for organic chemistry, class 12. 12ാം ക്ലാസ്സിലെ ഈ വർഷത്തെ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് കെമിസ്ട്രിയിലുള്ളത്. അത് 30 ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആക്കാം? ഹൗ വിൽ വി അച്ചീവ് ഹൈ സ്കോർ ഫ്രം ദിസ് ഓർഗാനിക് കെമിസ്ട്രി? ഹൗ ടു പ്രാക്ടീസ് ഓർഗാനിക് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ്? ഹൗ ടു സോൾവ് ദി പ്രോബ്ലംസ്? എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? എങ്ങനെ നമുക്ക് 30 ദിവസം കൊണ്ട് ഈ 5 ചാപ്റ്റേഴ്സ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്, സെക്കൻഡ് ചാപ്റ്റർ ഈസ് ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ്, തേർഡ് ചാപ്റ്റർ ഈസ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്, ഫോർത്ത് ചാപ്റ്റർ ഈസ് അമീൻസ് ആൻഡ് ഫിഫ്ത്ത് ചാപ്റ്റർ ഈസ് ബയോമോളിക്യൂൾസ്. എങ്ങനെ നമുക്ക് 30 ദിവസം കൊണ്ട് ഇത് പഠിച്ച് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി plan, monthly plan, 30 days plan for organic chemistry class 12. ആദ്യമായിട്ട് വീക്ക് 1 എടുക്കുകയാണ്. ഡേ 1 to 7, ആദ്യത്തെ 7 ദിവസം വാട്ട് വി ഹൗ ടു ഡു, അതാണ് ഫസ്റ്റ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 3 ദിവസം സ്റ്റാർട്ടിങ് എന്നാണോ നമുക്കറിയാം, ഫെബ്രുവരി 15 കൂടിയിട്ട് കേരള സിലബസിൻ്റെ, കേരള സ്റ്റേറ്റിൻ്റെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. സോ വി ഹാവ് ദർ ഇസ് നോട്ട് മച്ച് ടൈം, കൂടുതൽ സമയമില്ല, വി ഹാവ് ടു വർക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ദിവസം എത്ര മിനിറ്റ് എടുത്ത്, അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ഓർ 1 hour, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ തന്നെ ചൂസ് ചെയ്യണം. യുവർ ഓൺ ടൈം, എല്ലാ ദിവസവും യു ഹാവ് ടു സ്റ്റഡി. അപ്പോൾ ആദ്യത്തെ 3 ദിവസം വാട്ട് ഓൾ ദി തിങ്സ് യു ഹാവ് ടു ഡു ഫ്രം ദിസ് ഫോർ ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദിസ് ഓർഗാനിക് സെഷൻ. അപ്പോൾ ആദ്യത്തെ 3 ദിവസം റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് നോമൻക്ലേച്ചർ. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോമൻക്ലേച്ചറിൽ നിന്ന് എന്തൊക്കെ പറഞ്ഞാലും ഒരു 2-3 ക്വസ്റ്റ്യൻ യു ഹാവ് ടു എക്സ്പെക്ട്. അതുപോലെ നോമൻക്ലേച്ചർ അറിയത്തില്ലെങ്കിൽ വേറെ പരിപാടിയൊന്നും നടക്കത്തില്ല ഓർഗാനിക് കെമിസ്ട്രിയിൽ. So what you have to do is read and understand the basic concepts and nomenclature. How to name a particular organic compound. So, haloalkanes and haloarenes being the first chapter in organic chemistry, how to study the nomenclature. Then you have to understand the basic concept. അപ്പോൾ ആദ്യത്തെ 3 ദിവസം നിങ്ങൾ എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. രണ്ടാമത്തേത് വർക്ക് ത്രൂ എക്സാമ്പിൾസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. നമുക്കറിയാം എക്സാം എപ്പോഴും നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിനെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ യു ഹാവ് ടു വർക്ക് ത്രൂ ദി എക്സാമ്പിൾസ്. ഐഡന്റിഫൈ കോമൺ റിയാക്ഷൻസ് ആൻഡ് മെക്കാനിസം. കോമൺ റിയാക്ഷൻസും മെക്കാനിസവും ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് കൊണ്ട് വാട്ട് യു ഹാവ് ടു ഡു ഈസ്, നിങ്ങളൊരു പേപ്പർ എടുക്കുക, ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക. നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഒരു മന്തിലേക്കുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ 3 ദിവസം യു ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. സോ എൻഡിൽ നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കണം. സോ യു ഹാവ് ടു ടേക്ക് പേപ്പേഴ്സ്. ദെൻ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു പ്രിപ്പയർ യുവർ ഓൺ നോട്ട്സ്. അപ്പോൾ നമുക്ക് ഹാലോ ആൽക്കെൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്നാണെങ്കിൽ ഐഡന്റിഫൈ കോമൺ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താ, ഹാലോ ആൽക്കെൻസും ഹാലോ അരീൻസും കോമൺ ആയിട്ട് കാണിക്കുന്ന കുറേ അധികം റിയാക്ഷൻസ് ഉണ്ടാകും. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ഇലക്ട്രോഫിലിക് റിയാക്ഷൻ, അങ്ങനെയുള്ള കോമൺ റിയാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ ദ പേപ്പർ. ആൻഡ് മെക്കാനിസംസ്, ഇതിൻ്റെയൊക്കെ മെക്കാനിസംസ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. ഫോർ എക്സാമ്പിൾ SN1 SN2 മെക്കാനിസം ഒക്കെ നമ്മൾ ഹാലോ ആൽക്കെൻസ് ഹാലോ അരീൻസിൽ പഠിക്കുന്നുണ്ട്. ഈവൻ E2 എലിമിനേഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സൈഡ്സ് ഓഫ് റൂൾ, മാർക്കോണിക്കോഫ്സ് റൂൾ, ആന്റി മാർക്കോണിക്കോഫ്സ് റൂൾ, ഓൾ ദീസ് തിങ്സ് യു ഹാവ് ടു സ്റ്റഡി വിത്തിൻ ദിസ് ഫസ്റ്റ് 3 days. നെക്സ്റ്റ് 4 and 5 5th ഡേ, അതായത് അടുത്ത 2 ദിവസം വാട്ട് യു ഹാവ് ടു ഡു ഈസ് ഡീപ്പൻ യുവർ അണ്ടർസ്റ്റാൻഡിങ് ബൈ സോൾവിങ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു റിയാക്ഷൻസ് ആൻഡ് മെക്കാനിസം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലായത് എന്താണോ അത് അണ്ടർസ്റ്റാൻഡിങ് അത് എന്തുമാത്രം എത്തിയെന്നറിയാൻ വേണ്ടി യു ഹാവ് ടു സോൾവ് കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കണം. അതിൻ്റെ റിയാക്ഷൻസും മെക്കാനിസംസും ഒക്കെ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി. Then focus on distinguishing between different types of reaction. എങ്ങനെയാണ്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം. നിങ്ങൾക്ക് ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നെയിംഡ് റിയാക്ഷൻസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിംഗൽസ്റ്റീൻ റിയാക്ഷനിലും സ്വാർട്സ് റിയാക്ഷനിലുമാണ്.
അല്ലെ? അപ്പൊ ഫസ്റ്റ് ഫിംഗർ സ്റ്റെയിൻ റിയാക്ഷൻ ആണ്. സോ യു ഹാവ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫിംഗർ സ്റ്റെയിൻ റിയാക്ഷൻ ഇൻ സ്വാർട്സ് റിയാക്ഷൻ. എവിടെയാണ് ഫിംഗർ സ്റ്റെയിൻ റിയാക്ഷൻ? വൈ ഇറ്റ് ഈസ് കോൾഡ് ഫിംഗർ സ്റ്റെയിൻ റിയാക്ഷൻ? വാട്ട് ഈസ് സ്വാർട്സ് റിയാക്ഷൻ? വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് സ്വാർട്സ് റിയാക്ഷൻ? തുടങ്ങിയ സംഗതികൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് പഠിക്കുക, വിച്ച് മീൻസ് യു ആർ ഗോയിങ് ടു സ്പെൻഡ് എ മച്ച് മോർ ടൈം ഓൺ ദറ്റ് പെർട്ടിക്കുലർ ടോപ്പിക്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ കൂടുതൽ വർക്ക് ചെയ്യുകയാണ്. യു ഗെയിനിങ് എ ലോട്ട് ഓഫ് നോളജ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ഡിസ്റ്റിംഗ്വിഷിംഗ് ടൈം. നിങ്ങളുടെ ബ്രെയിൻ അതിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ യു വിൽ നോട്ട് ഫൊർഗെറ്റ്. ഇനി അടുത്ത 2 ദിവസം ഡേ 6 and 7 what you have to do is summarize key points സമ്മറൈസ് ചെയ്യുക. ഇപ്പൊ നമ്മളിപ്പം 1, 2, 3, 4, 5 ദിവസമായിട്ട് നമ്മളിപ്പോൾ ഹാലോ ആൽക്കെൻസ് ആൻഡ് ഹാലോ അരീൻസ് ഒരു ദിവസം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് അത്രേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കാം. ബട്ട് വിച്ച് മീൻസ് നിങ്ങൾക്ക് അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്കിപ്പം ബാക്കിയുള്ള ടോപ്പിക്സും കൂടി ഇതിന് കൊണ്ടുപോകണം. ഫിസിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്. സോ നിങ്ങൾക്കൊരു 30 മിനിറ്റ് കിട്ടുകയുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ 30 മിനിറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ 5 ദിവസം ഞാൻ പറഞ്ഞല്ലോ, എ4 ഷീറ്റ് ആണെങ്കിൽ എ4 ഷീറ്റ്, ബുക്ക് ആണെങ്കിൽ ബുക്ക്, വാട്ട് എവർ യു ആർ ഡൂയിങ് യു നീഡ് എ പ്രോഡക്റ്റ് അൾട്ടിമേറ്റ്ലി. അപ്പൊ അവസാനത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ? നിങ്ങളുടെ നോട്ട്സ് ആണ്. നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ നോട്ട്സ്. അതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിച്ച നോട്ട്സ് ആണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, അത് വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ തന്നെ എഴുതിയ നോട്ട്സ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്നിട്ട് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം സമ്മറൈസ് ചെയ്ത് കീ പോയിന്റ്സ്, അതിനാണ് ക്യാപ്സ്യൂൾ ടെക്നിക് എന്നൊക്കെ പറയുന്ന കുറേ ടെക്നിക്സ് ഉണ്ട്. അതായത് ചെറിയ ചെറിയ ക്യാപ്സ്യൂൾസ് ആയിട്ട് വാട്ട് ഓൾ ദി തിങ്സ് യു ആർ ഡൂയിങ്, വാട്ട് ഓൾ യു ഹാവ് ഡൺ, ഓൾ ദോസ് തിങ്സ് നിങ്ങൾ സമ്മറൈസ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ടേക്ക് എ പ്രാക്ടീസ് ടെസ്റ്റ് ഓർ സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെങ്കിലും നെറ്റിൽ അവൈലബിൾ ആയിരിക്കും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രാക്ടീസ് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് സോൾവ് ചെയ്യുക. ഏത് ഗൈഡ് എടുത്താലും അതിനകത്തൊക്കെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏത് ഇയറിലാണ് ചോദിച്ചേക്കുന്നത്, വെദർ ഇറ്റ് ഈസ് സേ ക്വസ്റ്റ്യൻ ആണോ അതോ ബോർഡ് ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സോ ദിസ് ഈസ് ദ 7 days പ്ലാൻ ഓഫ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്. ഇത് നമുക്ക് 7 ദിവസം എടുത്താൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമൻക്ലേച്ചർ. നിങ്ങളിത് ഓർഗാനിക് കെമിസ്ട്രിയുടെ ബിഗിനിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോമൻക്ലേച്ചർ കുറച്ചൊന്ന് വ്യക്തമായി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കുറച്ചൊന്ന് വർക്ക് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് 3 ദിവസം അതിന് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വീക്ക് 2 അതായത് അടുത്ത ദിവസം, ഇപ്പോൾ ആദ്യത്തെ 7 ദിവസം നമ്മൾ കഴിഞ്ഞു. കുറച്ച് സോൾവിങ് ക്വസ്റ്റ്യൻസും മിക്സഡ് പ്രോബ്ലംസും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടു. ഹാലോ ആൽക്കെയിൻസ്, ഹാലോ അരീൻസ്, അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ ഒട്ടും നമ്മൾ കറക്റ്റ് ഈ ഒരു ടൈം ടേബിളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, ഓക്കെ, അതൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. അല്ലെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 7 ദിവസത്തിൽ കൂടുതൽ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ സ്പെൻഡ് ചെയ്യരുത്. അതിനുശേഷം അടുത്ത ദിവസം, അതായത് ഫസ്റ്റ് 7 days കഴിഞ്ഞിട്ട് 8ാമത്തെ ദിവസവും 10ാമത്തെ ദിവസത്തെ കാര്യം പറയുന്നത് നെക്സ്റ്റ് 2 days ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുക. യു ഹൗ ടു ടേക്ക് വാട്ട് ഓൾ ദി തിങ്സ്, എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. സ്റ്റഡി ദി പ്രോപ്പർട്ടീസ് ആൻഡ് റിയാക്ഷൻസ് ഓഫ് ആൽക്കഹോൾസ്. ആൽക്കഹോൾസിൻ്റെ പ്രോപ്പർട്ടീസും റിയാക്ഷൻസും നെയിമിങ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആൽക്കഹോൾസ് വരുമ്പോൾ OH ഫങ്ഷണൽ ഗ്രൂപ്പ് വരും, വേറെ വ്യത്യാസമൊന്നുമില്ല. അന്നേരം അപ്പം നോമൻക്ലേച്ചറും നിങ്ങൾ ഓക്കെയാണ്. പിന്നെ പ്രാക്ടീസ് സോൾവിങ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ആൽക്കഹോൾ റിയാക്ഷൻ. ആൽക്കഹോൾ റിയാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ആൽക്കഹോൾസ് മാത്രം. അപ്പോൾ ആദ്യത്തെ 2 ദിവസം എടുത്ത് നിങ്ങൾ ആൽക്കഹോൾസ് ചെയ്യുക. നോക്ക്, പെർ ഡേ 30 minutes അല്ല പെർ ഡേ 45 minutes, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നിങ്ങളെ ബേസ് ചെയ്തിരിക്കും. ഇപ്പം നിങ്ങൾ അത്രയും ഓർഗാനിക് കെമിസ്ട്രിയിൽ വീക്ക് ആണെങ്കിൽ യു ഹാവ് ടു സ്പെൻഡ് ലിറ്റിൽ മോർ. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി നോക്കേണ്ടി വരും. അല്ല ഓൾമോസ്റ്റ് ഓക്കെ, ഐ എം ഓക്കെ വിത്ത് ഓർഗാനിക് കെമിസ്ട്രി, ദെൻ നോ പ്രോബ്ലം, യു ക്യാൻ കംപ്ലീറ്റ് ഇറ്റ് ബൈ 20 minutes ഓർ 30 minutes. അപ്പോൾ എന്താണെങ്കിലും ശരി, ആദ്യത്തെ 2 ദിവസം യു ഹാവ് ടു വർക്ക് ഓൺ ആൽക്കഹോൾസിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. പ്രോപ്പർട്ടീസും റിയാക്ഷൻസും അതിൻ്റെ പ്രോബ്ലംസും ആൽക്കഹോൾ റിയാക്ഷനെ ബേസ് ചെയ്ത് തീർക്കുക. നെക്സ്റ്റ് വരുന്നത് അടുത്ത 2 ദിവസം മൂവ് ഓൺ ടു ഫിനോൾസ്. അണ്ടർസ്റ്റാൻഡ് ദിയർ പ്രോപ്പർട്ടീസ് ആൻഡ് റിയാക്ഷൻ. അപ്പോൾ നമുക്കറിയാം ഫിനോൾ ഈസ് മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ, വൈ തുടങ്ങിയ സംഭവങ്ങൾ. അണ്ടർസ്റ്റാൻഡ് ദിയർ പ്രോപ്പർട്ടീസ്, അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് കൂടുതൽ വ്യക്തമാക്കി മനസ്സിലാക്കുക. ബേസ്ഡ് ഓൺ ദാറ്റ് യു ഹാവ് ടു സോൾവ് പ്രോബ്ലംസ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്യുക. അതുപോലെ തന്നെ എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് സോൾവ് ചെയ്യുക. സോ യു ക്യാൻ സോൾവ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ഓക്കെ,
ഇനി നെക്സ്റ്റ് വരുന്ന കമ്മിങ് 2 ഡേയ്സിൽ സ്റ്റഡി ഈതേഴ്സ് ആൻഡ് ദെയർ റിയാക്ഷൻസ്, റിവൈസ് ദ എൻറ്റയർ വീക്സ് മെറ്റീരിയൽ ആൻഡ് സോൾവ് മിക്സഡ് പ്രോബ്ലംസ്. അപ്പോൾ അടുത്ത 2 ദിവസത്തിൽ ഈതർ എന്ന് പറയുന്ന പോർഷൻ കുറച്ചേ ഉള്ളൂ. സോ യു ക്യാൻ കംപ്ലീറ്റ് ഈതേഴ്സ് ബൈ 1 or 2 days. അതിൻ്റെ അവസാനം തന്നെ 14th ഡേയിൽ യു ഹാവ് ടു കംപ്ലീറ്റ് ഓൾ ദീസ്, യു ഹാവ് ടു റിവൈസ് ദിസ്. ഇത് മൊത്തത്തിൽ ഒന്ന് റിവൈസ് ചെയ്യുകയും വേണം. ഓക്കെ, ഈ റിവിഷൻ ഈസ് ദ ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ എനിത്തിങ്. യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ് റിവിഷൻ ഈസ് ദ ബെസ്റ്റ് പ്രാക്ടീസ്. അപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യാതിരിക്കരുത്. സോ ഡേ 8 മുതൽ ഡേ 14 വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു ഡേ 8 to 14, 8, 9, 10, 11, 12, 13, 14 6 ഡേയ്സ് നമ്മൾ ശരിക്കും ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതേഴ്സുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് വീക്ക് 3 അതായത് ഡേ 15ാമത്തെ തീയതി മുതൽ 21ാം തീയതി വരെ ഉള്ളത് എന്താണെന്ന് നോക്കാം. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നെക്സ്റ്റ് വരുന്നത്. 3ാമത്തെ ചാപ്റ്റർ ആൽഡിഹൈഡ്സും കീറ്റോൺസും കാർബോക്സിലിക് ആസിഡും. അപ്പോൾ ആദ്യത്തെ 2 ദിവസം, പിന്നത്തെ അടുത്ത 2 ദിവസം അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിൽ ആദ്യത്തെ 2 ദിവസം യു ഹാവ് ടു ഡു ബിഗിൻ വിത്ത് ആൽഡിഹൈഡ്സ് ആൻഡ് ദെയർ റിയാക്ഷൻ. ആൽഡിഹൈഡ്സും അതിൻ്റെ റിയാക്ഷൻസും. അപ്പോൾ അവിടെ വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയാലോ. ആൽഡിഹൈഡ്സിൻ്റെ പ്രിപ്പറേഷൻ എന്താണ്, കെമിക്കൽ പ്രോപ്പർട്ടി എന്താണ്, ഫിസിക്കൽ പ്രോപ്പർട്ടി എന്താണ്, എപ്പോഴാണ് ബോയിലിംഗ് പോയിന്റ് തുടങ്ങിയ സംഗതികളെല്ലാം അവിടെ നോക്കണം. പ്രാക്ടീസ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ആൽഡിഹൈഡ്സിനെ കുറിച്ചിട്ടുള്ള വരുന്ന പ്രാക്ടീസ് പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ആ 2 ദിവസം കൊണ്ട് ചെയ്യണം. അപ്പം നമ്മൾ പഠിക്കുമ്പം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ആൽഡിഹൈഡ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റോസൻമൺസ് റിഡക്ഷൻ എടുത്തു, RCOCl ഗീവ്സ്, അതിൻ്റെ മേലെ റിഡക്ഷൻ ആയതുകൊണ്ട് ഹൈഡ്രോജൻ H2, പലേഡിയം ബാർ BaSO4 ഇട്ടു, എന്ത് കിട്ടി, RCHO കിട്ടി. ഓക്കെ, നമുക്കറിയാം റോസൻമൺസ് റിഡക്ഷൻ, ഞാനും പഠിച്ചു, എനിക്ക് കിട്ടി റോസൻമൺസ് റിഡക്ഷൻ, ഇതാണ് സംഭവം. പക്ഷേ ഈ സംഭവം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബ്രെയിനിൽ അത് ഉറക്കണമെങ്കിൽ യു ഹാവ് ടു പ്രാക്ടീസ് പ്രോബ്ലംസ്. ഇപ്പോൾ RCOCl പകരം നിങ്ങൾക്ക് CH3COCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോസൻമൺസ് റിഡക്ഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പ്രാക്ടീസ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദിസ്. അതുപോലെ തന്നെ സ്റ്റീഫൻസ് റിയാക്ഷൻ, എട്ടാർട്സ് റിയാക്ഷൻ, കുറേ റിയാക്ഷൻസ് വരുമ്പോൾ നമ്മൾ തന്നെ ആകെ കൂടി കൺഫ്യൂസ്ഡ് ആവും, നമ്മൾ മനുഷ്യരാ. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് പ്രാക്ടീസ് മോർ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദാറ്റ്. അപ്പോൾ ആദ്യത്തെ 2 ദിവസം ആൽഡിഹൈഡ്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ മാത്രം. അപ്പം നമുക്കറിയാം ഞങ്ങൾക്ക് ഇത്ര നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്, ഇത്ര റിയാക്ഷൻസ് ഉണ്ട് ആൽഡിഹൈഡ്സുമായിട്ട്, ഓക്കെ നമുക്കറിയാം. പക്ഷേ ഇത് മറന്നു പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പ്രാക്ടീസ് പ്രോബ്ലംസ്. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം കിട്ടിക്കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇത് ചിന്തിക്കുന്നത്, ഇത് ഏതായിരിക്കും വന്നപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുമ്പം നമ്മുടെ കൊഗ്നീഷൻ ലെവൽ കുറച്ചും കൂടി വലുതാവും, കുറച്ചും കൂടി കൂടുതൽ യൂസ് ചെയ്യുമ്പം അത് നമ്മൾ ഒരിക്കലും മറന്നു പോകത്തില്ല. ഓക്കെ, ഇനി അടുത്ത 2 ദിവസം മൂവ് ഓൺ ടു കീറ്റോൺസിലേക്ക് മൂവ് ചെയ്യുക. അണ്ടർസ്റ്റാൻഡ് ദിയർ പ്രോപ്പർട്ടീസ് ആൻഡ് റിയാക്ഷൻ. ആൽഡിഹൈഡ്സിൻ്റെ പോലെ തന്നെ കീറ്റോൺസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, കീറ്റോൺസിൻ്റെ റിയാക്ഷൻസ് എന്തൊക്കെയാണ്, ആൽഡോൾ കണ്ടൻസേഷനും കാനിസാരോ റിയാക്ഷനും എവിടെയൊക്കെയാണ് വരുന്നത് തുടങ്ങിയ സംഭവങ്ങൾ. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് സോൾവ് പ്രോബ്ലംസ് ഫോക്കസിങ് ഓൺ കീറ്റോൺസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. അടുത്ത 2 ദിവസം കാർബോക്സിലിക് ആസിഡ് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് പഠിക്കുക. അതിനുശേഷം റിവൈസ് ദി എൻറ്റയർ വീക്സ് മെറ്റീരിയൽ ആൻഡ് സോൾവ് ദി മിക്സ്ഡ് പ്രോബ്ലംസ്. അപ്പോൾ ആ ഒരു ആഴ്ച നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, ആൽഡിഹൈഡിൻ്റെ ഏതൊക്കെയാണ്, കീറ്റോണിൻ്റെ ഏതൊക്കെയാണ് ഞാൻ പഠിച്ചത്, കാർബോക്സിലിക് ആസിഡിൻ്റെ ഏതൊക്കെയാണ് ഞാൻ പഠിച്ചത്, അങ്ങനെ കുറച്ച് മിക്സഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. അപ്പോൾ ഇതാണ് 3ാമത്തെ ആഴ്ച, അതായത് 15 തൊട്ട് 21 വരെ, 21ാമത്തെ ദിവസം വരെ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ദിവസത്തേക്ക് പോവാം. അടുത്ത ആഴ്ച, അതായത് അടുത്ത ചാപ്റ്റർ അമീൻസ് ആണ്, അവിടേക്ക് പോവാം. അടുത്ത നമ്മൾ 4ാമത്തെ വീക്കിലേക്ക് പോകുമ്പോൾ 22ാമത്തെ ദിവസം മുതൽ 28ാമത്തെ ദിവസം വരെ നമ്മൾ പോകുമ്പോൾ നമ്മൾ അമീൻസ് ആൻഡ് ബയോമോളിക്യൂൾസ്, നമുക്ക് 2 ചാപ്റ്ററും ചെറിയ ചാപ്റ്ററാണ്. അമീൻസിലാണെങ്കിലും ഒരു പ്രിപ്പറേഷൻ ഉണ്ട്, അതിനകത്തൊരു ഗബ്രിയൽ താലിബൈഡ് സിന്തസിസ് ഉണ്ട്, പിന്നെ ഹോഫ്മാൻ ബ്രോമോബൈഡ് ഡിഗ്രേഷൻ, ഇത്രയ്ക്കുള്ള സംഗതികളേ ഉള്ളൂ. ബയോമോളിക്യൂൾസിനാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, പിന്നെയുള്ള ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, കുറച്ച് വൈറ്റമിൻസ് ഉണ്ട് തുടങ്ങിയ സംഗതികൾ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ 2 ദിവസം കൊണ്ട് തീർക്കാം, അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് തീർക്കാം. അപ്പോൾ അവിടെ എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസം സ്റ്റഡി ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് അമീൻസ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെർഷറി അമീൻ, അതിൻ്റെ ഒരു ബേസിസിറ്റി വരുന്നുണ്ട്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻ ടെക്നിക്സ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് അതിനകത്ത് മെയിനായിട്ട് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്, ഹോഫ്മാൻ ബ്രോമോബൈഡ് ഡിഗ്രഡേഷൻ, പിന്നെ ഒരു ഡിസ്റ്റിങ്ക്യൂഷിംഗ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു കാർബൈലമീൻ ടെസ്റ്റ് ഉണ്ട്, തുടങ്ങിയ കുറച്ച് വിരലിലെണ്ണാവുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതും സോൾവ് ദ പ്രോബ്ലംസ് റിലേറ്റഡ് ടു അമീൻ റിയാക്ഷൻ, ആ അമീൻ റിയാക്ഷനെ കുറിച്ചിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. പിന്നെ വരുന്നൊരു കപ്ലിംഗ് റിയാക്ഷൻ ഉണ്ട്, ഒരു ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ ഉണ്ട്, പിന്നെ
ഹിൻസ്ബർഗ് റിയേജന്റ് വരുന്നുണ്ട്. തുടങ്ങിയ സംഗതികൾ നിങ്ങളൊരു ആദ്യത്തെ 2 ദിവസം കൊണ്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം മൂവ് ഓൺ ടു ബയോമോളിക്യൂൾസിലേക്ക് പോവുക. അടുത്ത 2 ദിവസം അണ്ടർസ്റ്റാൻഡ് ദി സ്ട്രക്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ തന്നെ അതിനകത്ത് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ, പിന്നെ വരുന്നത് അതിൻ്റെ ഹവർത്ത് സ്ട്രക്ചറും വരുന്നുണ്ട്, അതിൻ്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറും വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡൈസാക്രൈഡ്സിൻ്റെ C1C4 ആണെങ്കിൽ എന്താണ്, C1C2 എന്താണ്, തുടങ്ങിയത് എല്ലാം ഷോർട്ട് ക്യാപ്സ്യൂൾസ് ആക്കി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ആ 2 ദിവസം നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടണം. അതിനുശേഷം നെക്സ്റ്റ് 2 days റിവൈസ് ദ എൻറ്റയർ മന്ത്സ് മെറ്റീരിയൽ, ടേക്ക് എ ഫുൾ ലെന്ത് പ്രാക്ടീസ് ടെസ്റ്റ്. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം നിങ്ങൾ ഈ അമീൻസ് ബയോമോളിക്യൂൾസും പഠിച്ചതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കുക, പഠിച്ചിട്ട് ടേക്ക് എ ഫുൾ ലെന്ത് പ്രാക്ടീസ് ടെസ്റ്റ്, ഒരു പ്രാക്ടീസ് ടെസ്റ്റ് മൊത്തത്തിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് വീക്ക് 4 നിങ്ങൾ ചെയ്യേണ്ടത്. കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ബയോമോളിക്യൂൾസ് ഏകദേശം ആക്കിയിട്ടുണ്ട്, അമീൻസ് ഏകദേശം ആക്കിയിട്ടുണ്ട്. ഇനി വരുന്ന ലാസ്റ്റത്തെ, ഇപ്പോൾ നമ്മൾ 28 ദിവസം കഴിഞ്ഞു. ഇനിയുള്ള അവസാനത്തെ 2 ദിവസം റിവ്യൂ വീക്ക് ഏരിയാസ് ആൻഡ് ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചു? ഹാലോ ആൽക്കെയിൻസ് പഠിച്ചു, ആൽക്കഹോൾസ് പഠിച്ചു, ആൽഡിഹൈഡ്സ് പഠിച്ചു, അമീൻസ് പഠിച്ചു, ബയോമോളിക്യൂൾസ് പഠിച്ചു. ഇവിടെയൊക്കെ കുറച്ച് വീക്ക് ഏരിയാസ് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കാണും. ആ വീക്ക് ഏരിയാസ് ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്യാനും നമ്മുടെ ഡൗട്ട്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് ഈ അവസാനത്തെ 2 ദിവസം ഉപയോഗിക്കുക. ഫോക്കസ് ഓൺ ക്വിക്ക് റിവിഷൻ ഓഫ് കീ റിയാക്ഷൻസ് ആൻഡ് കോൺസെപ്റ്റ്സ്. ഇപ്പോൾ നമുക്കാണെങ്കിൽ കുറേ അധികം PDF ഫയൽസ് അവൈലബിൾ ആണ്. നെയിംഡ് റിയാക്ഷൻസിൻ്റെ PDF ഫയൽസ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ക്വിക്ക് റിവിഷൻ എക്സാമിന് ഫയൽസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ അതൊന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് അധികം ടൈമൊന്നും എടുക്കരുത്. പിന്നെ നമ്മൾ നെറ്റിൽ കയറുമ്പോൾ മെയിനായിട്ട് നമ്മൾ എന്തിനാണോ കയറുന്നത് അതിനു വേണ്ടി മാത്രം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക. ആ സമയത്ത് വേറെ ഒരെണ്ണം കണ്ടു അതിൻ്റെ പുറകെ പോവുക, ആ പരിപാടി ഇവിടെ പറ്റത്തില്ല. നമുക്ക് കറക്റ്റ് ഈ 30 ഡേയ്സേ ഉള്ളൂ. 30 ഡേയ്സ് കൊണ്ട് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് മാക്സിമം സ്കോർ ചെയ്യണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിൽ മാക്സിമം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ഏകദേശം നമ്മുടെ കയ്യിൽ ഒരു 60% 70% കയ്യിലായി എന്ന് വിചാരിക്കാം. ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? കുറച്ച് ജനറൽ ടിപ്സ് ഉണ്ട്. അതായത് ഈ ജനറൽ ടിപ്സ് ഏതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ഫോളോ ചെയ്യുന്ന ദിവസങ്ങളിൽ ഈ ജനറൽ ടിപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൺസിസ്റ്റൻ്റ് പ്രാക്ടീസ്. അതായത് ഒരു ദിവസം ഞാൻ 40 മിനിറ്റ് ചെയ്തിട്ടാണ്, 40 മിനിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഇത്രയും വർക്ക് ചെയ്തത്. പിറ്റേ ദിവസം ഞാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ചെയ്യുന്ന കാര്യം അവിടെ തടസ്സപ്പെട്ടു. വിച്ച് മീൻസ് എനിക്ക് അതിന് കണ്ടിന്യൂവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല. കാരണം എനിക്ക് അവിടെ ഇപ്പോൾ ഈ 30 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, 30 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റത്തില്ല. സോ കൺസിസ്റ്റൻ്റ് പ്രാക്ടീസ് വേണം. റെഗുലർലി സോൾവ് പ്രോബ്ലംസ് ടു റീഇൻഫോഴ്സ് കൺസെപ്റ്റ്. റീഇൻഫോഴ്സ് ചെയ്യുക, നമ്മളിലേക്ക് തന്നെ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു പ്രാക്ടീസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് മെക്കാനിസം ആൻഡ് അണ്ടർലൈങ് പ്രിൻസിപ്പിൾ. അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിരുത്തി വായിക്കുമ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതാണ് ഈ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ SN1 മെക്കാനിസം പറയുകയാണെങ്കിൽ SN1 മെക്കാനിസത്തിൽ ആദ്യമേ നമുക്ക് അവിടെ ഒരു കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആ കാർബോകാറ്റയോൺ ഫോം ചെയ്യുമ്പം കാർബോകാറ്റയോണിൽ ടേർഷ്യറിയാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളതെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് കാർബോകാറ്റയോൺ ടേർഷ്യറി സ്റ്റെബിലിറ്റി കൂടുതൽ വരാൻ കാരണം? അതാണ് കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കിയാലാണ് നമുക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാവുന്നത്. ഇനി അടുത്തത് 3ാമത്തെ പോയിന്റ് ജനറൽ ടിപ്സ് ആണ്. അതിൽ 3ാമത്തെ പോയിന്റാണ് റിവിഷൻ. റെഗുലർലി റിവൈസ് വാട്ട് യു ഹാവ് ലേൺ ടു സോൾട്ടിഫൈ യുവർ നോളജ്. നമ്മൾ കൃത്യമായി റിവൈസ് ചെയ്തിരിക്കണം. മാത്രമേ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ 2 ദിവസം ഞാൻ ഹാലോ ആൽക്കെയിൻസ് പഠിച്ചു. ആദ്യത്തെ 3 ദിവസം എടുത്തിട്ട് അതിൻ്റെ നോമൻക്ലേച്ചർ എല്ലാം പഠിച്ചു. മറ്റേ ദിവസം എടുക്കുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് തലേ ദിവസം എന്താ പഠിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. റെഗുലർലി റിവൈസ് വാട്ട് യു ഹാവ് ലേൺ ടു സോൾട്ടിഫൈ യുവർ നോളജ്. അതാണ് റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4ാമത്തെ പോയിന്റാണ് ടൈം മാനേജ്മെന്റ്. അലോക്കേറ്റ് ടൈം വൈസ്ലി ഫോർ ഈച്ച് ടോപ്പിക് ആൻഡ് ഡോണ്ട് സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ എ സിംഗിൾ കൺസെപ്റ്റ്. ഒരു കൺസെപ്റ്റും വെച്ച് ഇപ്പോൾ റോസൻമൺസ് റിഡക്ഷൻ വെച്ചിട്ട് ഞാൻ 1/2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ദിവസം എനിക്ക് റോസൻമൺസ് റിഡക്ഷൻ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലേ? ചിലപ്പോൾ എനിക്ക് 40 മിനിറ്റ് കിട്ടി, ഞാൻ 40 മിനിറ്റ് റോസൻമൺസ് റിഡക്ഷനാണ് പഠിച്ചതെങ്കിൽ അത് ശരിയായ ഒരു പഠനമല്ല. സോ ടൈം മാനേജ്മെന്റ്, അലോക്കേറ്റ് ടൈം വൈസ്ലി ഫോർ ഈച്ച് ടോപ്പിക് ആൻഡ് ഡോണ്ട് സ്പെൻഡ് ടു മച്ച് ഓൺ എ സിംഗിൾ കോൺസെപ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ജനറൽ ടിപ്സും ആ 30 ഡേയ്സ് സ്റ്റഡി പ്ലാനും ഒക്കെ തന്നിട്ടുണ്ട്. ഇനി എല്ലാം
നിങ്ങളുടെ കയ്യിലാണ്. മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, മാക്സിമം സ്കോർ. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ നിന്ന്, അതായത് ഈ ഒരു 5 ചാപ്റ്ററേ ഉള്ളൂ, ആ 5 ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഓർഗാനിക് കെമിസ്ട്രി 50% മാർക്ക് വരുന്നുണ്ട്. അത് മാക്സിമം നമ്മുടെ കയ്യിലാക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.